കരുവന്നൂർ കേസിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ ED ചോദ്യം ചെയ്യും. വ്യാഴാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് നാളെ EDക്ക് മുന്നിൽ ഹാജരായേക്കില്ല. കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ കൂടുതൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. മുൻ MP PK ബിജു, CPMന്റെ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ PK ഷാജൻ എന്നിവർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് ED നോട്ടീസ് അയച്ചത്. PK ബിജു വ്യാഴാഴ്ചയും PK ഷാജൻ വെള്ളിയാഴ്ചയും ഹാജരാകണം. കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കാൻ CPM നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇരുവരും. കരുവന്നൂർ കേസിലെ ED നീക്കത്തെ പ്രതിരോധിക്കുകയാണ് CPM ജില്ലാ നേതൃത്വം. നാളെ EDക്ക് മുമ്പിൽ ഹാജരാകാൻ അസൌകര്യങ്ങളുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസും CPMന് രഹസ്യ അക്കൌണ്ടുകൾ ഇല്ല എന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഏരിയ കമ്മിറ്റി വരെയുള്ള ജില്ലാ കമ്മിറ്റിയുടെ ഏരിയ കമ്മിറ്റികളുടെ ഒക്കെ അക്കൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. താഴെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളൊക്കെ ചിലപ്പോൾ അക്കൗണ്ട് ഉണ്ടാകും. അതിനെന്താ ഇലക്ഷൻ എടുത്തപ്പോൾ ഒരു ചാൻസ് എടുത്തു എന്ന് മാത്രം. ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഇതൊന്നും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുറന്ന പുസ്തകമല്ലേ. ED അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം. EDയും KDയുടെയും നടപടികൾ ഇവിടെ ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. കരുവന്നൂർ വിഷയത്തിൽ തുടർസമരം ഉണ്ടാകുമെന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ED അതിന്റെ വഴിക്ക് പോകും. അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇടപെടാൻ നിൽക്കത്തില്ല. അവരത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് അവരുടെ ജോലി ചെയ്തോളൂ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കണം. അത് നിങ്ങളായാലും ഞാനായാലും കാത്തിരിക്കും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ കേസും ED അന്വേഷണവും വീണ്ടും സജീവമാകുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി, തൃശൂർ.